20 വർഷമായി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ മുഖമായ ലൈഫ് ഗാർഡിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ലൈഫ് ഗാർഡ് ചാൾസൺ എഴിമല തീരത്തോട് വിട പറയുകയാണ്. അതെ, അനേകം പേരുടെ ജീവൻ കടലിൽ നിന്ന് കോരിയെടുത്ത് പുതുജീവനേകാൻ കഴിഞ്ഞ നിർവൃതിയോടെയാണ് ചാൾസൺ സ്വയം വിരമിക്കാൻ പോകുന്നത്. അതെ, 2 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ലൈഫ് ഗാർഡിനുള്ള അംഗീകാരവും വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റും ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങളുടെ ജേതാവ് കൂടെയാണ് ചാൾസൺ എഴിമല. ഈ കടലിനെ, ഈ തീരത്തെ കടലോളം സ്നേഹിച്ച, ജീവിതത്തോടൊപ്പം ചേർത്ത് വച്ച ചാൾസൺ ഏഴിമല, പയ്യാമ്പലത്തിൻ്റെ മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മനുഷ്യൻ പയ്യാമ്പലത്തോട് വിട പറയുകയാണ്. ഇരുപത് വർഷമായിട്ട് കണ്ണൂരിൽ തന്നെയാണല്ലോ. കണ്ണൂരിലാണ് എൻ്റെ ജീവിതം. രാവിലെ 6 മണിക്കൊരു നീന്തൽ പരിശീലനം, അത് കഴിഞ്ഞ് ഇവിടെ എത്തുന്നു. രാത്രി 8-9 മണിക്ക് വീട്ടിലെത്തുന്നു. കൂടുതൽ സമയങ്ങളിലും താമസം തന്നെ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ടാണ് പോയി വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരുന്നു. എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനൊരു അപകട മരണം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ വന്നത് ഒരു കേസ് മാത്രമാണുള്ളത്. അല്ലാതെ ഈ കാലയളവിൽ ഇടപെട്ട വിഷയങ്ങളെല്ലാം രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധക്കുറവുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു 50 ആളുകളെ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ ഒഴിവാക്കുക, അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ കാലയളവിൽ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. കടലാകാം, പുഴയാകാം, കായലാകാം, കുളമാകാം, തോടാകാം, ഏതായാലും അതിനെ കൃത്യമായിട്ട് അറിയാതെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. അത് വെള്ളം കുറവാണെങ്കിൽ പോലും ചില ആളുകൾ അറിയുന്നവരാണെങ്കിൽ പോലും എടുത്തൊരു ചാട്ടമൊക്കെ ചാടും പുഴയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അവിടെ അങ്ങനെയൊക്കെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറ്റിയോ കമ്പോ ഗൊളിയോ ഒക്കെ കാണും, കൊണ്ട് കയറും, അപകടങ്ങൾ സംഭവിക്കും. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ നിർത്താതെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനൊന്ന് പഠിച്ചിട്ടേ വെള്ളത്തിലേക്ക് കൂടെ കുറച്ചെങ്കിലും കളിക്കാവൂ. പയ്യാമ്പലത്തെ തിരയും കാറ്റും ഹൃദയസ്പന്ദനത്തെപ്പോലെ, സ്വന്തം ശ്വാസത്തെപ്പോലെ പരിചിതമായിരുന്നു ചാൾസൺ ഏഴിമലയ്ക്ക്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ നിന്ന് വിട വാങ്ങുന്നില്ല. കടലിനോടും തിരയോടും മാത്രമേ അദ്ദേഹം വിട ചൊല്ലുന്നുള്ളൂ. നീന്തൽ പരിശീലന മേഖലയിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചാൾസൺ. പയ്യാമ്പലത്ത് നിന്ന് ക്യാമറാമാൻ ലിജിൻ വടക്കിനിയിനൊപ്പം നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്.